വിവാദങ്ങൾക്കിടെ ഒയാസിസ് കമ്പനിക്ക് കഞ്ചിക്കോട് ബ്രൂവറി നിർമ്മിക്കാൻ അനുമതി നൽകി സർക്കാരിന്റെ ഉത്തരവ്. 600 കോടി ചെലവഴിച്ചുള്ള പദ്ധതി 4 ഘട്ടമായിട്ടാണ് നടപ്പാക്കുക. പദ്ധതിക്ക് വാട്ടർ അതോറിറ്റിയുടെ അനുമതിയുണ്ട് എന്നും ജലചൂഷണം ഒഴിവാക്കാൻ കഴിയുമെന്നുമാണ് എക്സൈസ് വകുപ്പിന്റെ അവകാശവാദം. എന്നാൽ അഴിമതി ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. പദ്ധതിയിൽ സർക്കാർ വ്യക്തത വരുത്തുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ബ്രൂവറി കമ്പനിക്ക് നൽകിയ അനുമതി സർക്കാർ പിൻവലിക്കണമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി ആവശ്യപ്പെട്ടു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ പെട്ട കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഉടമയെ അറസ്റ്റ് ചെയ്ത കേസ്. ആ കേസിൽ പെട്ട് കിടക്കുകയാണ്. ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാതാവുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കാന്ന് പറയും. അതാണ് വിഷയ ദാരിദ്ര്യം. രമേശ് ചെന്നിത്തല കോൺഗ്രസിലെ തർക്കം അതൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കി. ചോദിച്ചതിന് മറുപടി വേണം. ഞാൻ ചോദിച്ചാൽ എന്ത് കിട്ടിയെന്ന് ചോദിച്ചല്ലോ. എന്ത് കിട്ടി? ഇത് മന്ത്രിയും ചില ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രിയും മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഇടപാടാണ്. അതാണ് ഇതിന് സുതാര്യതയില്ല. ഇത് അഴിമതിയാണെന്ന് പറയുന്നത്. കേരളത്തിന്റെ വാതായനങ്ങൾ മദ്യമുതലാളിമാർക്ക് തുറന്നു കൊടുക്കുന്ന ഏറ്റവും വലിയ അഴിമതിയാണ് ഇവിടെ നടത്തുന്നത്. ആരോരും അറിയാതെ കഴിഞ്ഞ ക്യാബിനറ്റിൽ കഞ്ചിക്കോട്ട് ഒരു പുതിയ ഡിസ്റ്ററിയും ബോട്ടിലിംഗ് പ്ലാന്റും ഉൾപ്പെടെ ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തത്. ഈ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മദ്യ ഉൽപാദന കമ്പനിയാണ്. അവരുടെ പേരിൽ ധാരാളം ആക്ഷേപങ്ങളും ആരോപണങ്ങളും നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കുത്തക ഭീമൻ കമ്പനിയെ ആരോരും അറിയാതെ ഇൻ പ്രിൻസിപ്പിൾ അംഗീകാരം കൊടുക്കുക വഴി കേരളത്തിൽ ഒരു വലിയ അഴിമതിക്ക് കളമൊരുങ്ങുകയാണ്. ടെൻഡർ വിളിക്കാതെ ഒയാസിസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് ഒരു അപേക്ഷ എഴുതി വാങ്ങി ആ അപേക്ഷയുടെ പുറത്ത് ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് തീരുമാനം എടുക്കുന്നത് രാജഭരണകാലത്ത് പോലും നടക്കാത്തൊരു കാര്യമാണ്. ഇതൊരു കടുംവെട്ടാണ്. ഇനി ഭരണം തീരാൻ അധിക സമയം ഇല്ലാത്തത് കൊണ്ട് കടുംവെട്ട് വെട്ടുന്ന നടപടിയാണ് ഇപ്പൊ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഉന്നയിച്ച ഒരാരോപണവും തെളിയിക്കാതെ ആവർത്തിച്ച് ആരോപണം ഉന്നയിക്കുക എന്നുള്ള രീതിയാണ് സ്വീകരിക്കുന്നത്. അത് പഴയ മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും അത്തരം ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഗവൺമെന്റിനെതിരായിട്ട് വളരെ ബോധപൂർവം കെട്ടിച്ചമയ്ക്കുന്ന ഒരു ആരോപണമാണിത്. അവരുദ്ദേശിക്കുന്നത് അവരുടെ ഭരണകാലത്ത് ചെയ്തതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ വ്യവസായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് ചെയ്യുന്നത് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അഴിമതി ആരോപണം ഉന്നയിക്കുന്നത്. അവരുടെ ശീലം വെച്ച് ആരോപണം ഉന്നയിക്കുകയാണ്. ഋഷിപാൽ വിവരങ്ങളുമായി. ഋഷിപാൽ, തിങ്കളാഴ്ച സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ഈ വിഷയം ഒയാസിസ് ബ്രൂവറി വിഷയമാണ് പ്രതിപക്ഷം ആദ്യം ഉന്നയിക്കാൻ പോകുക എന്ന് ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ്. ഇതിൽ ടെൻഡർ വിളിക്കാതെയുള്ള അനുമതി എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ടെൻഡർ നൽകിയിട്ടുള്ള അനുമതി എന്ന് സർക്കാരും പറയുന്നു. ഇതിന്റെ യാഥാർത്ഥ്യം നമുക്ക് വ്യക്തമാകുന്നുണ്ടോ? ഇന്ന് ഇറങ്ങിയ ഉത്തരവിൽ പറയുന്നത് എന്താണ്? സ്മൃതി, പാലക്കാട് കഞ്ചിക്കോട്ട് 24 ഏക്കർ സ്ഥലം, അവിടെ ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ബ്രൂവറി നിർമ്മിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നു. അതിന് പ്രധാനമായും കാരണമായി ചൂണ്ടിക്കാട്ടുന്ന എക്സൈസ് കമ്മീഷൻ റിപ്പോർട്ടാണ്. അവിടെ പാരിസ്ഥിതിക പ്രശ്നമില്ല, കേന്ദ്ര സർക്കാരിൻ്റെ പാരിസ്ഥിതിക നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഈ കമ്പനി പ്രവർത്തിക്കുക എന്ന് ഉത്തരവിൽ പറയുന്നു. അതിനൊപ്പം തന്നെ ജലചൂഷണം ഉണ്ടാകില്ല, അത് ജലവിഭവ വകുപ്പ് തന്നെ ആവശ്യമായ ജലം കമ്പനിക്ക് ലഭ്യമാക്കാൻ ഉറപ്പ് നൽകി. അതിനു പുറമെ മഴവെള്ളം സംഭരിച്ച് മഴവെള്ളവും മദ്യ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുമെന്ന് കമ്പനി പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു കാരണവശാലും കഞ്ചിക്കോട് ജലചൂഷണം ഉണ്ടാകില്ലെന്ന ഉറപ്പ് എക്സൈസ് കമ്മീഷൻ റിപ്പോർട്ടിൽ ആ റിപ്പോർട്ട് കൂടെ പരിഗണിച്ചാണ് ഈ പ്രാരംഭ അനുമതി നൽകിയിരിക്കുന്നത് എന്ന് പറയുന്നു. 4 ഘട്ടങ്ങളിലായിട്ടാണ് ഈ കമ്പനി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുക. 600 കോടി രൂപ ചിലവിലാണ് ഈ ബ്രൂവറി കഞ്ചിക്കോട് നിർമ്മാണശാല ആരംഭിക്കുന്നത്. അത് ഒയാസിസ് കമ്പനി മറ്റ് 5 സംസ്ഥാനങ്ങളിൽ അവർ എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൽ വലിയ പ്രവൃത്തി പാരമ്പര്യം പരിചയ സമ്പത്തും ഈ കമ്പനിക്കുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ നേരത്തെ ലിസ്റ്റ് ചെയ്ത ഈ ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ ഈ ബ്രൂവറി ഉൽപ്പാദിപ്പിക്കാനുള്ള അനുമതി നൽകിയത് എന്ന വിശദീകരണമാണ് സർക്കാർ നൽകുന്നത്. 2023-24 വർഷത്തെ മദ്യനയത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് മദ്യം ഉൽപ്പാദിപ്പിക്കാമെന്ന തീരുമാനമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് മദ്യം ഉൽപ്പാദിപ്പിക്കാനായി ഈ ഒയാസിസ് കമ്പനിക്ക് അനുമതി നൽകിയത് എന്ന വിശദീകരണവും സർക്കാർ നൽകുന്നു. പക്ഷേ പ്രതിപക്ഷം ഇതിൽ പ്രധാനമായും ജലചൂഷണം എന്ന ആരോപണം ഉന്നയിക്കുന്നു. അതിനൊപ്പം തന്നെ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. കാരണം ദില്ലിയിലടക്കം അഴിമതിക്ക് കാരണമായ ഈ മദ്യ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇവർ കേരളത്തിലും അഴിമതിയിലൂടെയാണ് ഈ കമ്പനിക്ക് അനുമതി വാങ്ങിയത് എന്ന ആക്ഷേപമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഏതായാലും സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്ന ഏറ്റവും പ്രധാന ആരോപണമായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. കോൺഗ്രസിൻ്റെയും UDFിൻ്റെ എല്ലാ നേതാക്കളും
ഒരേപോലെ തന്നെ ഇതിൽ ആക്ഷേപം ഉയർത്തി കഴിഞ്ഞു. ജലചൂഷണം നടത്തുന്ന ഈ കമ്പനിയെ കാലുകുത്തിക്കില്ല എന്ന് അവിടെ MP VK ശ്രീകണ്ഠനും ഇപ്പോൾ കെ മുരളീധരൻ അടക്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ വിഷയം നാളെ രാഷ്ട്രീയകാര്യ സമിതി KPCC ചർച്ച ചെയ്യും എന്നാണ് നേതാക്കൾ അറിയിക്കുന്നത്. ശരി, ആർ റോഷിബാലാണ് വിവരങ്ങൾ നൽകിയത്.